പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. കാർ യാത്രക്കാരായ കോന്നി മല്ലശ്ശേരിമുക്ക് സ്വദേശികളായ മത്തായി ഈപ്പൻ, മകൻ നിഖിൽ, ഭാര്യ അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കൂടൽ മുറിഞ്ഞകല്ലിൽ പുലർച്ചെ 4 മണിയോടെ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം. കാർ ഓടിച്ചയാൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അപകടം നടന്നതിന്റെ 250 മീറ്റർ പിന്നിലുള്ള CCTV ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചു. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സമയം 4 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോഴുള്ള ദൃശ്യം. ദിലീപ് ദേവസ്യ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരും. ഒപ്പം ശരത് SS ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. അവിടെ നിന്നും ചേരും. ആദ്യം ദിലീപ് ദേവസ്യയിലേക്ക്. ദിലീപ്, ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്ന ഈ CCTV ദൃശ്യം അപകടത്തിന് തൊട്ട് മുൻപുള്ളതാണ്. 4:07 ദൃശ്യമാണ്. ഇതിന്റെ അടുത്ത മിനിറ്റിലാണ്. 250 മീറ്റർ എന്ന് പറയുമ്പോൾ അത് കവർ ചെയ്യാൻ 1 മിനിറ്റ് സമയം കണക്കാക്കിയാൽ 4:08 അല്ലെങ്കിൽ 4:09 ആ സമയത്താണ് അപകടം നടന്നതെന്ന് മനസ്സിലാക്കാം. കാർ കൃത്യമായി ഇടതോരം ചേർന്നാണ് വരുന്നത്. അത് അത്യാവശ്യം വേഗത്തിലുമാണ് എന്ന് വേണോ മനസ്സിലാക്കാൻ CCTV ദൃശ്യങ്ങളിൽ നിന്ന്? തീർച്ചയായിട്ടും സുജയ, ഇന്ന് രാവിലെ 4:07 ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. 4:08 എൻ്റെ പിന്നിൽ കാണുന്ന ആ സ്ഥലത്ത്, അതായത് വൈറ്റ് കാർ നിൽക്കുന്ന ആ ലോറി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. തൊട്ടടുത്ത, അത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നുള്ള ദൂരം മാത്രമാണ് CCTV ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചു. അവിടെ കാണുന്ന ആ സ്ഥലത്താണ് അപകടമുണ്ടായത്. അതായത് 1 മിനിറ്റ് പോലും ഇല്ല ഉണ്ടായിട്ടുണ്ടാകില്ല. 4:07 ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തൊട്ട സമയം തന്നെ അപകടം ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടുകാർ പറഞ്ഞത് ഇന്ന് പുലർച്ചെ ഈ വീട്ടിൽ നിന്ന് ശബ്ദം കേട്ടടക്കം പുറത്തെത്തിയ ചേച്ചി, എങ്ങനെയായിരുന്നു അത്? അത് നമ്മുടെ ഈ പുനലൂർ മൂവാറ്റുപുഴ ദിനംപ്രതിയാണ് ഈ അപകടങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവം സൗണ്ട് കേട്ടാലും നമുക്ക് ആദ്യമാണ്. കാരണം എപ്പോൾ അപകടം, കാരണം മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് യാത്രക്കാർ. അതുപോലെ അമിത വേഗവും, പിന്നെ ദിശാ ബോർഡുകൾ വേണ്ടത്ര ഇല്ല. റോഡിൻ്റെ വളരെയധികം നമുക്ക് ഇത് കണ്ട് നമ്മൾ മനസ്സ് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ജീവൻ ഇങ്ങനെ പൊലിയുന്നത് കാണുമ്പോൾ ഇന്നത്തെ 4 മരണമെന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയാണ്. കാരണം നമുക്കറിയാവുന്ന വ്യക്തികളാണ്. എൻ്റെ കുഞ്ഞമ്മയുടെ അടുത്തുള്ള ആ ഒരു വീട്ടിലെ കുട്ടിയാണ് ഈ മരിച്ച അനു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും വളരെയധികം സങ്കടമാണ്. കല്യാണത്തിന് പോയിട്ടില്ല. അപ്പം സുജിയ, നമുക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വിട്ടത്. ആ 4:07 നമുക്ക് ദൃശ്യങ്ങൾ, 4:07 ദൃശ്യങ്ങൾ, 4:08 അവിടെ അപകടം നടക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ര അപകടം നടക്കുന്ന മേഖലയാണ്. വേഗത, അത്രമേൽ വേഗതയോടെയാണ് വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. അത്ര വേഗത്തിൽ വാഹനങ്ങൾ പോകുന്നതുമായി വരുന്നതുമായിട്ട് ഇപ്പോൾ കണ്ട ഈ 4 പേരുടെ അപകടം വരുത്തിയ വാഹനം കടന്നു പോയത് തന്നെ ഒരു വേഗതയിൽ തന്നെയാണ്. നമ്മളത് സ്ലോ ഡൗൺ ചെയ്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ്. ആ വേഗതയിൽ തന്നെയാണ്, നല്ല വേഗതയിൽ തന്നെയാണ് ആ കാറും കടന്നു പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് വരുന്ന തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സും വേഗത്തിലായിരുന്നു. ബസ്സിലേക്ക് കാറ് കയറി ഇടിക്കുകയായിരുന്നു എന്നായിരുന്നു ദൃക്സാക്ഷികൾ പറയുന്നത്. ഇന്ന് പുലർച്ചെ 4:08 കൂടെയാണ് 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം ഉണ്ടായി. മത്തായി ഈപ്പൻ, ബിജു ജോർജ്, നിഖില, അനു എന്ന 4 പേരാണ് മരിച്ചത്. അനുവും നിഖിലും മലേഷ്യയിൽ ഹണിമൂൺ കഴിഞ്ഞ് വരുന്നത് അവരെ കൊണ്ടുവരാൻ വേണ്ടി വിമാനത്താവളത്തിൽ നിന്ന് നിഖിലിൻ്റെ പിതാവും അനുവിൻ്റെ പിതാവും കൂടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെ വീടെത്തുന്നതിൻ്റെ ഒരു 7 കിലോമീറ്റർ തൊട്ട് അകലെ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഉടൻ തന്നെ 3 പേര്, അപകടം നടന്ന ഉടൻ തന്നെ 3 പേരും മരണമടഞ്ഞിരുന്നു. പിന്നീടുണ്ടായ അനുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രദേശത്ത് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ദിനംപ്രതി ഉണ്ടാകുന്ന അപകടങ്ങൾ കണ്ടിട്ടും അധികൃതർ പഠിക്കാത്തതാണ് ഈ അപകടത്തിനും കാരണമെന്നാണ്. മറ്റൊരു കാര്യം കൂടി, ഈ കാറിൻ്റെ എയർ ബാഗ് പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഈ കാറിൻ്റെ എയർ ബാഗുകൾ പ്രവർത്തിക്കാത്തത് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടി മരണത്തിലേക്ക് വരെ എത്തിയതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുജിയ, എയർ ബാഗുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നതുകൂടി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എക്സ്ക്ലൂസീവായി എത്തിച്ചിരിക്കുന്നു ദിലീപ് ദേവസ്യ. അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള, അതായത് 4:08 അപകടം നടന്നതെങ്കിൽ അതിന്റെ തലേ മിനിറ്റിൽ വാഹനം വേഗത്തിൽ വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാം.